അസംഘടിത തൊഴിലാളി ക്ഷേമനിധി, അതായത് നമ്മുടെ നാട്ടിൽ ഏതൊരു പണിക്ക് പോകുന്ന ആളുകൾക്കും ക്ഷേമനിധിയിൽ ചേരാനുള്ള വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്ത് പണി ചെയ്യുന്നവരായിക്കോട്ടെ. ഇപ്പോൾ കുറേ ആളുകൾ നമ്മുടെ വാർദ്ധക്യകാല പെൻഷൻ കിട്ടാതെ നടക്കുന്ന ആളുകളുണ്ട്. കാരണം അതിൻ്റെ നിയമാവലിക്കുള്ളിലല്ല അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ 60 വയസ്സ് കഴിഞ്ഞിട്ടും പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. നമുക്ക് 60 വയസ്സാവുന്നതിന് മുന്നേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും നമ്മുടെ തൊഴിൽ കാറ്റഗറിക്ക് അനുസരിച്ച് ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ 140ഓളം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ തൊഴിലാളി ക്ഷേമനിധിയിൽ അല്ലെങ്കിൽ തൊഴിലാളി വെൽഫെയർ ബോർഡിൻ്റെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ബോർഡിൻ്റെ കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഈ തൊഴിൽ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാനാവും. ഇതിൽ ഒരുപാട് തൊഴിൽ കാറ്റഗറി ഉണ്ട്. ഏതെങ്കിലും ഒരു തൊഴിൽ കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. മാസം 100 രൂപയാണ് അടവ് വരുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് ആനുകൂല്യങ്ങളും നമുക്കതിൽ കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ഷേമനിധിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പം ഒരുപാട് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് ഗാർഹിക തൊഴിൽ, LIC ഏജൻറ്റുമാർ, ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ബ്യൂട്ടീഷ്യൻ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, കോഴി വളർത്തൽ, പശു വളർത്തൽ, സ്വകാര്യ ട്യൂഷൻ സെൻറ്റർ നടത്തുന്നവർ, സ്വകാര്യ ക്ഷേത്ര ജീവനക്കാർ, സെയിൽസ് വുമൺ, സെയിൽസ്മാൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കാളവണ്ടിക്കാരൻ, ഓടി ചെമ്പ്, കളിമൺ നിർമ്മാണ പാത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ, പപ്പടം ഉണ്ടാക്കുന്നവർ, സൈക്കിൾ റിക്ഷ തൊഴിലാളികൾ, ആനക്കാറ്റ് തൊഴിലാളികൾ, വാച്ച് സൈക്കിൾ തുടങ്ങിയ റിപ്പയർ ചെയ്യുന്നവർ, കരകൗശല തൊഴിലാളികൾ, പത്രം വിതരണം ചെയ്യുന്ന ആളുകൾ, കറവക്കാർ, ഇറച്ചിവെട്ടുകാർ, പവർലൂം തൊഴിലാളികൾ, ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർ, ചെറുകിട കച്ചവടക്കാർ, നിലത്തെഴുത്ത് ആശാന്മാർ, ഇങ്ങനെ ഒരുപാട് വിവിധ സ്റ്റോറുകൾ, കണക്കെഴുത്ത് ജീവദിനം, ബുക്ക് ബൈൻഡിങ്, തുണിക്കച്ചവടം, അരിക്കച്ചവടം, മുട്ടക്കച്ചവടം, നൂൽ കച്ചവടം, കക്കവാരൽ, പുളിക്കച്ചവടം, STD ബൂത്ത് അല്ലെങ്കിൽ പയം വിൽപ്പനക്കാർ, കണ്ണട നന്നാക്കുന്നവർ, ഹെൽത്ത് ഫുഡ് വിതരണം, പാത്ര കച്ചവടം, ബാൻഡ് മേളം തൊഴിലാളികൾ, ചന്ദനത്തിരി മെഴുകുതിരി നിർമ്മാണ തൊഴിലാളികൾ, പൂക്കെട്ട് കച്ചവടം, പേപ്പർ കവർ നിർമ്മാണ തൊഴിലാളികൾ, മുത്തുമാലക്കെട്ട്, അങ്ങനെ ഒരുപാട് തൊഴിലിനം, ഒരുപാട് എല്ലാ കുടിൽ വ്യവസായം, പച്ചമരുന്ന് ശേഖരം, സോപ്പ് പൊടി, വസ്ത്രാലങ്കാരം, ഫാൻസി, കൊന്ത നിർമ്മാണം, പാവ നിർമ്മാണം, കത്തി നിർമ്മാണം, സോഡ ഉണ്ടാക്കൽ, കർപ്പൂര നിർമ്മാണം, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, താറാവ് വളർത്തൽ, പ്ലാസ്റ്റിക് വരിച്ചിൽ, ഇങ്ങനെ പൂന്തോട്ടപ്പണി, എല്ലാ പണികളുണ്ട് ഇതിൽ. ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധിയിൽ അംഗമാകുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കും. അവർക്ക് 60 വയസ്സ് കഴിയുമ്പം നല്ല ആനുകൂല്യത്തോടു കൂടി അവരടച്ചിട്ടുള്ള പൈസയും തിരിച്ച് ലഭിക്കും. അതേപോലെ തന്നെ അത് 5% പലിശയോട് കൂടി ആണ് നമ്മൾ 18-ാം വയസ്സിൽ ചേരുകയാണെങ്കിൽ 60 വയസ്സ് വരെ ചേർന്നിട്ട് പേയ്മെൻ്റ് അടക്കുന്നത്. നമ്മൾ പിന്നെ എത്ര വർഷം അടച്ചു അതിൻ്റെ 5% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് 60 വയസ്സാകുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. നിലവിൽ ഗവൺമെൻറ് എത്ര രൂപയാണോ നിലവിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നത്, ആ പെൻഷൻ നമുക്ക് മാസാമാസം കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു സ്കീമാണ് ഈ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതേപോലെ ആനുകൂല്യങ്ങൾ
ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളുണ്ട്, അതേപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ, കുടുംബ പെൻഷൻ, അവശതാ പെൻഷൻ, വിദ്യാഭ്യാസ ആനുകൂല്യം, പ്രസവാനുകൂല്യം, വിവാഹ ധനസഹായം, മരണാന്തര സഹായവും അപകടാനുകൂല്യവും, അതേപോലെ വായ്പാ ധനസഹായം, ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ക്ഷേമനിധിയാണ് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കേരള സർക്കാർ ക്ഷേമനിധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വീടോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ AC അല്ലെങ്കിൽ നിലം കല്ല് വെച്ചതോ അല്ലെങ്കിൽ പിന്നെ സാമൂഹിക ചുറ്റുപാട് മോശമല്ല എന്നുള്ള പരാതിയോ ഇതൊന്നും ഇല്ലാത്ത ഒരു ക്ഷേമനിധിയാണ് നിലവിൽ ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചേരാൻ പറ്റുന്ന ക്ഷേമനിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എല്ലാവരും ചേരുക. ഇത് ഓൺലൈനായിട്ട് ചേരാൻ പറ്റും. അതേപോലെ തന്നെ മലപ്പുറം അതിൻ്റെ ഓഫീസുണ്ട്. ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ക്ഷേമനിധിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.